ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 മാർച്ച് 8 ജുവൻ കാർലാക്കോസ് സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സ് വഴി നേരിട്ട് റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഡാംസൽ എന്ന ചിത്രം. ഈ സിനിമ ഏത് കാറ്റഗറി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അഡ്വഞ്ചർ ഫാൻറ്റസി ചിത്രം കൂടെയാണ്. ചിത്രത്തിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത്, എലി എന്ന് പറയുന്ന ഒരു സാധാരണ പെൺകുട്ടി വിവാഹം കഴിക്കാൻ വേണ്ടി രാജകൊട്ടാരത്തിൽ നിന്ന് ഒരു ക്ഷണം വരികയായിരുന്നു. പക്ഷേ ആ കല്യാണം ഒരു ചതിക്കുഴിയായിരുന്നു. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ രാജകുമാരൻ ഈ രാജകുമാരിയെ ഒരു കേവിലോട്ട് വലിച്ചെറിയുകയാണ്. ആ കേവിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള കഥയാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ കേവിൽ ഒരാളും കൂടെ ഉണ്ട്, ഒരു ഡ്രാഗൻ. ആ ഡ്രാഗൻ ഈ പെൺകുട്ടിയെ വധിക്കാൻ ശ്രമിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഇവരുടെ രാജകൊട്ടാരം മുൻപ് കൊടൂരമായിട്ടുള്ള ഒരു പാവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേവിലുള്ള ഡ്രാഗൻ്റെ 3 കുഞ്ഞുങ്ങളെ ജനിച്ച ഉടനെ ദയാപൂർവം ഒരു വധിക്കുകയാണ്, കൊലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഡ്രാഗൺ നശിപ്പിച്ചതിന് ശേഷം ആ ഡ്രാഗൺ ഒരു ശബ്ദം എടുക്കുകയാണ്. ഇവരുടെ രക്തത്തിൽ പിറന്ന ആരെങ്കിലും ഈ കേവൽ വന്ന് വിടുന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും നശിപ്പിക്കുന്നു. ഡ്രാഗൺ ശബ്ദം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ രാജകുമാരിയും രാജകുമാരനും പിന്നെ ഈ കൊട്ടാരത്തിലുള്ള എല്ലാവരും കൂടെ ഒരു ചതിക്കുഴിയാണ് ഉണ്ടാക്കിയത്. കാരണം വെച്ചാൽ അവരെ രക്തം കലരാൻ വേണ്ടി പിന്നെ ഇവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും പിന്നെ കൈ മുറിച്ചിട്ട് അവരുടെ രക്തം മറ്റുള്ള രക്തത്തിലോട്ട് കലർത്തുകയാണ്. അങ്ങനെയാണ് ഇവർ ആ ഡ്രാഗനെ ചതിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവരുടെ നിരപരാധിത്യം, അഥവാ നമ്മുടെ എലി എന്ന് പറയുന്ന മില്ലി ബോബി ബ്രൗൺ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ നിരപരാധിത്യം തെളിയിക്കാൻ വേണ്ടി രക്ഷപ്പെടുന്ന ഒരു സർവൈവൽ ചിത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഡാംസൽ എന്നുള്ള ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് മില്ലി ബോബി ബ്രൗൺ എന്ന് പറയുന്ന നായികയാണ്. നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ചൂസ് ചെയ്തത്. പിന്നെ മില്ലി ബോബി ബ്രൗൺ അറിയാത്തവരാണെങ്കിൽ സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ സീരീസ് കണ്ടാൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന്. ഗംഭീരം. ഇത്ര നല്ലൊരു ആക്ട്രസ്സാണ് ഈ മില്ലി ബോബി ബ്രൗൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഒരു ഫേവററ്റ് ആക്ട്രസ്സും കൂടിയാണ്. എല്ലാവരും കിടിലമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മസ്റ്റ് വാച്ചബിൾ എന്ന് വെച്ചാൽ വാച്ചബിൾ തന്നെയാണ് സിനിമ. ഒരു തവണയൊക്കെ നല്ല കണ്ടിരിക്കാൻ പറ്റിയ ഒരു തരക്കേടില്ലാത്ത ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ ചിത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും ഡാംസൽ എന്ന ചിത്രം. ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വഴി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് സിനിമ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.